ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോളിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കൺട്രോളിങ് എന്താണെന്നുള്ളത് നോക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ചെക്കിംഗ് കറണ്ട് പെർഫോമൻസ് അഗെയിൻസ്റ്റ് പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് കണ്ടെയ്ൻ ഇൻ ദ പ്ലാൻസ് വിത്ത് വ്യൂ ടു എൻഷുറിങ് അഡിക്വേറ്റ് പ്രോഗ്രസ് ആൻഡ് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് പെർഫോമൻസ് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കുറേ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. പ്ലാൻ ചെയ്ത് ഇത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കറണ്ട് പെർഫോമൻസ്, അതായത് ആക്ഷൻ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഇത് ചെക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് വ്യൂ ടു എൻഷുറിങ് അഡിക്വേറ്റ് പ്രോഗ്രസ്. നമുക്കതിൽ പ്രോഗ്രസ് ആവശ്യമായിട്ടുള്ള പ്രോഗ്രസ് കൊണ്ടുവരിക, സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കൺട്രോളിംഗ് എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺട്രോളിംഗ് നോക്കുന്നത്, കൺട്രോളിങ്ങിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ വിത്ത് ദ കറണ്ട് പെർഫോമൻസ്, അതായത് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ ആണ് നടത്തുന്നത്. എന്നിട്ട് എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സൊക്കെ തന്നെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയാം ഓഫ് ഇവാലുവേറ്റിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ പ്രീ ഡിറ്റർമൈൻഡ് വൺ. അതായത് സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ നടത്തിക്കൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇനി വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ട്, ഇപ്പോൾ സ്റ്റാൻഡേർഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വേരിയേഷൻസ് നമ്മൾ അവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മളവിടെ എടുക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം 5 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അതാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ എംപ്ലോയിയും 5 യൂണിറ്റ് എന്ത് ചെയ്യണം? ഓരോ ദിവസം പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് സ്റ്റാൻഡേർഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ ആക്ച്വൽ പെർഫോമൻസ് എടുത്ത് നോക്കുന്നു. ഇപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തുകയാണ് ഒരു പർട്ടിക്കുലർ എംപ്ലോയി 4 യൂണിറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ 5 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് കമ്പനി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ്? ആക്ച്വലായിട്ട് 4 വരുന്നുള്ളൂ. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ വേരിയേഷൻസ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് 5 യൂണിറ്റ് ആകുന്നതിന് വേണ്ടി, ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് ചെയ്യാം എന്നുള്ളത് ആലോചിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് എന്ത്? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോളിങ് നിർത്താൻ പറ്റില്ല. ഇത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അതായത് എല്ലായ്പ്പോഴും ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്, അത് സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് നമ്മൾ ഒത്തുചേർന്ന് നോക്കിയിട്ട് ഇവാലുവേഷൻ ചെയ്യുന്നു, വേരിയേഷൻസ് ഡിറ്റക്ട് ചെയ്യുന്നു, റിമെഡിയൽ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു. ഓക്കെ, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പിന്നെ ഇത് പറയുന്നത് ഇതൊരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്. നമുക്കറിയാലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺട്രോളിംഗ് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും എന്ത് ചെയ്യണം? ഈ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്തെങ്കിലേ ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളായി മാറുള്ളൂ. പിന്നെ പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിനുള്ളത്. അതായത് കൺട്രോളിംഗ് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഫ്യൂച്ചറിൽ നമ്മൾ നമ്മുടെ പെർഫോമൻസ് കറക്റ്റ് ആക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം നമ്മുടെ ആക്ച്വൽ വർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഫോർവേഡ് ലുക്കിംഗ് ആണ്. പിന്നെ പറയുന്നത് കറക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് ഈസ് കമ്പയർഡ് വിത്ത് പ്ലാൻഡ് പെർഫോമൻസ്. നമ്മുടെ പ്ലാനും ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ നടത്തുന്നു. വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യും അത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയാം. പിന്നെ പറയുന്നത് റിലേറ്റഡ് ടു പ്ലാനിങ്. ഈ കൺട്രോളിംഗ് എന്ന് പറയുന്നത് പ്ലാനിങ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ്സ് അവിടെ പ്ലാൻ ചെയ്ത് വെക്കുന്നു. ആ പ്ലാനിങ്ങിനനുസരിച്ച് കൊണ്ടാണോ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എന്നാണ് നോക്കുന്നത്, കമ്പാരിസൺ നടത്തുന്നത്. സോ അത് പ്ലാനിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് പറയാം. പിന്നെ പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി റിജിഡ് ആയിട്ടുള്ള, അതായത് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ അതേപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. കൺട്രോൾ നമ്മൾ പല സിറ്റുവേഷൻസിൽ കൊണ്ട് ആ വേരിയേഷൻസ് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ മാറ്റങ്ങൾ വരുത്തും, മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, ദെൻ ആക്ഷൻസും സ്റ്റാൻഡേർഡ്സും തമ്മിൽ കമ്പാരിസൺ ഒക്കെയാണ് നടത്തുന്നത്. സോ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എന്ത്? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് കീ ടു കൺട്രോൾ ഇസ് ദ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി.
കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്പീരിയേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് നമ്മൾ പവേഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഉണ്ടെങ്കിൽ കൺട്രോളിംഗ് എന്ന് പറയുന്നത് പ്രോപ്പർ ആവുള്ളൂ. ഇനി ഒരു ചാപ്റ്ററിൽ നമ്മൾ കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ് കൂടി പഠിച്ചു വെക്കേണ്ടതാണ്. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ വളരെ സിമ്പിളുമാണ് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ആദ്യമേ തന്നെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഓർഗനൈസേഷന് കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ഗോൾസ് ഉണ്ടായിരിക്കും, ടാർഗറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ക്രൈറ്റീരിയോൺ എഗെയിൻസ്റ്റ് വിച്ച് റിസൾട്ട്സ് ക്യാൻ ബി മെഷേർഡ്. അതായത് നമ്മളൊരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ റിസൾട്ട് എന്തെങ്കിലും നമ്മൾക്ക് എന്താണോ റിസൾട്ട് കിട്ടേണ്ടത് അപ്പോൾ അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്നു. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കത് ഫിസിക്കൽ അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ എന്ത് ചെയ്യാൻ പറ്റണം? എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഓരോ ഓർഗനൈസേഷനും അവരുടെ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. ഓക്കെ, ചില ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, എത്ര കിലോഗ്രാം യൂണിറ്റ്സ് ആണ് എത്ര കിലോഗ്രാം പ്രോഡക്റ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പല രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് എന്ത് ചെയ്യണം? അത് മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റെപ്പ് അതാണ്. അപ്പോൾ ആ ഒരു എംപ്ലോയിയുടെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. എന്നിട്ട് സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പാരിസൺ നടത്തിക്കൊണ്ട് ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഡീവിയേഷൻസ് വന്നെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കറക്റ്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്രൈസൽ ഓഫ് പെർഫോമൻസ് ആണ്. അതായത് ആക്ച്വലും സ്റ്റാൻഡേർഡ്സും തമ്മിൽ കമ്പാരിസൺ നടത്തുന്ന ആ ഒരു പ്രോസസ്സിനാണ് അപ്രൈസൽ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീവിയേഷൻസ് എന്തെങ്കിലും നമ്മൾ ആ ഒരു കേസിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളവിടെ ആ ഒരു അതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ കാരണങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റീവ് മെഷേഴ്സൊക്കെ എടുത്തുകൊണ്ട് അത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ പറയുന്നത് ഡിറ്റർമൈനിങ് ദ റീസൺസ് ഫോർ ഡീവിയേഷൻ. അതായത് ആ ഒരു ഡീവിയേഷൻ സംഭവിക്കാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കൺട്രോൾ സിസ്റ്റം ഈസ് ടു പ്രൊവൈഡ് റിക്വയർഡ് ഇൻഫർമേഷൻ ത്രൂ ദി പ്രോസസ് ഓഫ് ഫീഡ്ബാക്ക് സോ ദാറ്റ് ഫ്യൂച്ചർ ഡീവിയേഷൻ ക്യാൻ ബി കറക്റ്റഡ്. അതായത് നമ്മൾ എപ്പോഴും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണോ നമ്മുടെ റിക്വയർഡ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫീഡ്ബാക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലും ഇതേ ഡീവിയേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 4 സ്റ്റെപ്സാണ് ഇതിൽ 5 സ്റ്റെപ്സാണ് വരുന്നത്. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്, അപ്രൈസൽ ഓഫ് പെർഫോമൻസ്, ഡിറ്റർമൈനിങ് ദ റീസൺസ് ഫോർ ഡീവിയേഷൻ ആൻഡ് ഫീഡ്ബാക്ക്.